ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷയോട് പറയുന്നുണ്ട്, നീ എൻ്റെ കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കണം. ഞാൻ പറഞ്ഞതിനൊക്കെ ഞാൻ എന്ത് ചോദിച്ചാലും അതെൻ്റെ കണ്ണിൽ നോക്കി തന്നെ ഉത്തരം പറയണമെന്നും പറയുമ്പോഴത്തേനും വർഷയ്ക്ക് ആ പോലെ തോന്നുന്നുണ്ട്. അതിനുശേഷം തന്നെ വിവേക് ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്താ പ്രശ്നം? എന്നെ സ്നേഹിക്കാതിരിക്കാൻ എന്താണ് കാരണം? ഒന്നെങ്കിൽ ശിവനന്ദയാണോ അല്ലെങ്കിൽ ശ്രീനാഥാണോ എന്ന് ചോദിക്കുമ്പോഴത്തേനും രണ്ടും എനിക്കൊരു കാരണം തന്നെയാണ്. ശിവയുടെ കാര്യമാണെങ്കിൽ ആ കുട്ടിയെ ഞാൻ ഒരിക്കലും താലി കെട്ടി എൻ്റെ ഭാര്യയാക്കില്ല, അതിനെനിക്ക് സാധിക്കില്ല. ഇതെൻ്റെ മമ്മിയാണ് സത്യം. പിന്നെ ശ്രീനാഥിൻ്റെ കാര്യമാണെങ്കിൽ തനിക്കറിയാലോ, അദ്ദേഹം തിരിച്ചു വരില്ല എന്നുള്ളത്. ആ ഒരു സത്യം ഉൾക്കൊണ്ട് തന്നെ തനിക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കില്ലേ വർഷേ? എത്ര കാലം ഇത് മനസ്സിൽ കൊണ്ട് നടക്കാൻ എനിക്ക് സാധിക്കും? പക്ഷേ വർഷയാണെങ്കിലോ ആ ശ്രീനാഥ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. ഏത് ഭൂകമ്പം ഉണ്ടായാലും തനിക്ക് വേണ്ടി ഞാൻ തിരിച്ചു വരുമെന്ന്. ഇത് കേൾക്കുന്ന വർഷ ആകെ ഒരു അപ്പോഴത്തേനും വർഷയ്ക്കൊരു തലചുറ്റൽ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ വിവേക് എന്താണ് വർഷ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് തല ചുറ്റുന്ന പോലെ. പക്ഷേ ഇപ്പം ശരിയായി, ഞാനേ തനിക്കൊരു ലൈം ജ്യൂസ് വാങ്ങിത്തരാം, വണ്ടിയിലിരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വർഷയെ കൂട്ടിക്കൊണ്ട് പോയി വണ്ടിയിലിരുത്തുന്നു. അങ്ങനെ ഒരു സോഡയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുടിച്ചാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ക്ഷീണമൊക്കെ മാറിക്കിട്ടും, താൻ ഇത് കഴിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ കുറച്ച് കഴിക്കുമ്പോഴത്തേനും എനിക്ക് മതി, എനിക്കിപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ താൻ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ സോഡ മുഴുവനും കുടിച്ചോ, എന്നാലേ ക്ഷീണം മാറുള്ളൂ. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല വിവേക്, എനിക്ക് മാറി, അതുകൊണ്ടാണ്. ഇതിപ്പോൾ വേസ്റ്റായി കളയാൻ പറ്റില്ലല്ലോ, ഞാൻ തന്നെ കുടിക്കാം എന്ന് പറഞ്ഞ് വിവേക് അത് തിരിച്ചു കുടിക്കുന്നുണ്ട്. എന്തായാലും തൻ്റെ മനസ്സിനെ എന്തെങ്കിലും തണുപ്പിക്കാനൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്നാണ് വിവേക് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെയും ഹരിതയെ തന്നെയാണ് കാണിക്കുന്നത്. ഹരിതയാണെങ്കിലോ രാഹുൽ എന്നോട് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ കാര്യങ്ങൾ തീരുമാനിച്ചത് രാഹുലിൻ്റെ പേരിലേക്ക് എല്ലാം തന്നെ ഞാൻ തിരിച്ചെഴുതി തരാം, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വായോ, നമ്മുടെ വീട്ടിലേക്ക് വായോ എന്ന് പറയുന്നു. അയ്യോ, നമ്മുടെ വീടല്ല, രാഹുലിൻ്റെ വീട്, അങ്ങനെ തന്നെ പറയാം. അതിനുശേഷം തന്നെ എന്തായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കാനുള്ളവരല്ലേ. ഒരുമിച്ചോ? ഒരുമിച്ചെന്ന് വെച്ചാൽ നമ്മളൊരു ഫാമിലിയായിട്ട് ജീവിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. നീ വായോ, ഞാൻ എല്ലാം നിനക്ക് തന്നെ തിരിച്ചു തരാം എന്ന് പറയുന്നു. പക്ഷേ അതൊരു ട്രാപ്പാണ്. അതിനുശേഷം തന്നെ അതൊന്നും അറിയാതെ രാഹുൽ പോകാനായിട്ട് ശ്രമിക്കുന്നു. ആ സമയത്ത് ഹരിതയ്ക്ക് അഞ്ജുവിനെ ഒന്ന് വകവരുത്താൻ തന്നെയാണ് ഉദ്ദേശം. പെട്ടെന്ന് തന്നെ അബിയും അഞ്ജുവും കൂടി ഇറങ്ങുന്നു. മൃദുലിൻ്റെ വീട്ടിലേക്കാണ് അഞ്ജു. അബിയാണെങ്കിലോ ഓഫീസിലേക്കും പോകുന്നുണ്ട്. ആ സമയത്തിന് എനിക്കേ ഇതെല്ലാം നടത്തി തരുന്നതിന് നല്ല വക്കീൽ ഫീസ് തന്നിരിക്കണം. പിന്നെ ബുദ്ധിയുണ്ടെങ്കിൽ ഹരിത ഒന്നടങ്ങും. ആ ഒരു നോട്ടീസ് അവിടെ എത്തുമ്പോഴത്തേനും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോഴത്തേനും രാഹുൽ വിളിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഹരിതയുടെ വീട്ടിലേക്ക് പോവാണ്. ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ എല്ലാം എനിക്ക് എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഹരിതയാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് രാഹുൽ. അതൊന്നല്ല, അവൾ എന്നോട് കാര്യമായിട്ട് പറഞ്ഞു, ഞാനൊന്ന് പോയിട്ട് വരാമല്ലോ. അവിടെ നമ്മുടെ ഷാർമിള ആൻറ്റി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ടെൻഷനാവുന്നത്? അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നു. താനൊരു കാര്യം ചെയ്യും, മൃദുലിൻ്റെ വീട്ടിൽ വന്നിരിക്കുക, ഞാൻ അങ്ങോട്ട് വരാം കുറച്ച് കഴിയുമ്പോഴത്തേനും എന്ന് പറയുന്നുണ്ട്. എൻ്റെ കൂടെ അബിയുണ്ട്, എന്നാൽ പിന്നെ രണ്ടുപേരും കൂടി ഫുഡൊക്കെ കഴിച്ച് അബി അങ്ങ് ആക്കിയിട്ട് നീ ഇങ്ങ് വായോ എന്ന് പറയുന്നു. ആ സമയത്ത് ഹരിത അബിയോട് പറയുന്നുണ്ട്, അബി നമ്മൾ പറഞ്ഞ് ശരി തന്നെയാണ്, അവൾക്ക് ബുദ്ധിയുണ്ട്, എല്ലാം തിരിച്ചെഴുതി തരാം എന്നാണ് പറയുന്നത്. അയ്യോ വടക്കുന്നാഥാ, എൻ്റെ വക്കീൽ ഫീസ് പോയോ ഇപ്പോൾ? എന്താടോ വക്കീൽ ഫീസിൻ്റെ പകരം ഇന്ന് നല്ല പോത്തിറച്ചിയും പൊറോട്ടയൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറയുന്നു. എന്നാൽ പിന്നെ അതെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ശകുനക്കേടെന്ന രീതിയിൽ തന്നെ അഞ്ചു കാല് തെറ്റി അങ്ങ് വീഴുന്നുണ്ട് കേട്ടോ. തനിക്ക് എന്തെങ്കിലും പറ്റുള്ളൂ, കാലിന് എന്തോ മടങ്ങിപ്പോയ പോലെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എണീറ്റ് പോന്നു. അങ്ങനെ രാഹുൽ പോണ സമയത്ത് ഹരിത അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ചാവി എടുത്തിട്ട് വീടിനകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ ഹരിത. പിന്നീട് വർഷയെ തന്നെയാണ് കാണുന്നത്. ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർഷ. ആ സമയം തന്നെ നമ്മുടെ വിവേക് അങ്ങോട്ട് വരുന്നുണ്ട്. വിവേക്, നീ എന്താ ഇവിടെ എന്താ എനിക്ക് വന്നൂടെ? ഇത് എൻ്റെയും കൂടി വീടല്ലേ, ഇവിടെ ഇപ്പോൾ ആരുമില്ലാന്ന് എനിക്കറിയാം. ശിവ രാവിലെ പോയി, അബിയും അഞ്ചും പോകുന്നത് ഞാനും കണ്ടു. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിലോ അവിടെ ആരുമില്ല, ഇപ്പോൾ വല്യമ്മയുടെ വീട്ടിൽ മരിച്ചതല്ലേ, അത് കാരണം മമ്മി അങ്ങോട്ട് പോയി, അവിടെ ആരും ഇല്ലല്ലോ. പിന്നെ മല്ലികാക്കയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിളിച്ചെങ്കിൽ മാത്രം വന്നാൽ മതിയെന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ തനിച്ച് മാത്രം മതിയെന്ന് പറയുന്നു. പിന്നെ ഇവിടെ ഇരിക്കി വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തുന്നു കേട്ടോ. അതിനുശേഷം തന്നെ എൻ്റെ കൈ വീടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നുണ്ട് കേട്ടോ. അയ്യോ, എൻ്റെ കൈ വേദനിച്ചു. അയ്യോ, ഞാൻ വിചാരിച്ചില്ല തൻ്റെ കൈയിന് പരിക്ക് പറ്റിയതാണെന്നുള്ളത്, മറന്നുപോയി. ഞാനേ ഓയിൽമെൻ്റ് ഇടയിൽ പുരട്ടിത്തരാം, അല്ലെങ്കിൽ നമുക്കൊരു പെയിൻ കില്ലർ കഴിക്കാം.
ഞാൻ ഒഴിഞ്ഞു തരാൻ പറഞ്ഞിട്ട് വർഷയുടെ കൈ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ വിവേക്. അതിനുശേഷം തന്നെ എനിക്കിപ്പോൾ വേദനയൊക്കെ മാറി എന്ന് പറയുന്നു. അല്ല, ആ കൈ അവിടെ തന്നെ ഇരുന്നോട്ടെ. അയ്യടാ, എന്ത് പറഞ്ഞാലും ഈ ഒരു വശത്തോളം മാത്രം പറയാനല്ലോ വിവേകിന് പറ്റുള്ളൂ എന്നും പറയുന്നു. അതിനുശേഷം തന്നെ ഇന്നാണ് നമ്മുടെ ശരിക്കുള്ള വാലൻറ്റൈൻസ് ഡേ. മനസ്സിലായോ? ഞാൻ അന്ന് വരാൻ പറ്റിയില്ല, എനിക്ക് അതുകൊണ്ടാണെന്ന് പറയുന്നു. എന്താ എന്തൊക്കെയാണ് താൻ ഈ പറയുന്നത്? പിന്നെ എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഞാനത് കേൾക്കാൻ വേണ്ടിയിട്ട് തൻ്റെ പുറകെ എത്ര കാലം വേണമെങ്കിലും നിൽക്കും. ഇന്നൊരു ദിവസം ഫുള്ള് നമ്മൾ ഇവിടെ തന്നെയായിരിക്കും എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. വർഷയാണെങ്കിലോ വിവേകിൻ്റെ ഈ ഒരു ചളിയടിക്കൽ കാണുന്നതൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട്. പക്ഷേ അത് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെ മനസ്സിലടക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. വിവേകിനോട് ഒത്തിരി ഇഷ്ടമാണ് വർഷയ്ക്ക്, അതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, അതൊന്നും പറ്റത്തില്ല, വിവേക് പൊക്കെ എന്ന് പറയുന്നു. അത് ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ അഞ്ജുവിനെ തന്നെ കാണിക്കുന്നത്. അങ്ങനെ മൃദുലിൻ്റെ വീട്ടിലെത്തുന്ന അഞ്ജു രാഹുലിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ആരാ വാതിൽ തുറന്നിട്ട് മനസ്സിലാവുന്നില്ല. മൃദുലുണ്ടോ എന്ന് ചോദിച്ചിട്ട് അകത്തേക്ക് ചേരുന്നു. പക്ഷേ മൃദുലൊന്നുമില്ല. അങ്ങനെ രാഹുലിനെ വിളിച്ച് പറയുന്നുണ്ട്. രാഹുൽ എന്തായി എന്ന് പറയുന്നു. നമ്മുടെ വണ്ടിക്ക് ഒരു പണി കിട്ടി, അത് കാരണം ഞാൻ കുറച്ച് ലേറ്റായി, ഒരു അരമണിക്കൂർ വേണം എനിക്ക് തിരിച്ചു വരാനായിട്ട് ഹരിതയുടെ വീട്ടിൽ പോയിട്ട് എന്ന് പറയുന്നു. അയ്യോ, അരമണിക്കൂറോ? ഞാനിവിടെ ഇരുന്ന് ബോറടിക്കില്ലേ? ഒരു കാര്യം ചെയ്യും, താൻ പോയി കുക്ക് ചെയ്തോ. എന്തെങ്കിലും ലൈറ്റായിട്ട് ഒരു ചപ്പാത്തിയോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ മട്ടൻ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അയ്യടാ, നല്ല കോലായി. താനേ എന്നെ ഇവിടെ ഒരു അടുക്കളക്കാരിയാക്കാൻ നോക്കണ്ട. എന്തായാലും താനൊരു വൈഫാകുമ്പോഴത്തേക്കൊക്കെ ചെയ്യണ്ടേ? അത് രണ്ടുപേരും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്ന് ഞാൻ പാഴ്സൽ വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. എന്തായാലും ഞാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം എന്നും പറയുന്നുണ്ട്. അത് മതി. പിന്നെ ഇവിടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതാരാണ്? അത് ശാന്തമ്മയാണെന്ന് പറയുന്നു. ശാന്തമ്മയോ? അതൊരു ശാന്തമ്മ പൂച്ചയാണ്. അത് മൃദുലിട്ടത്. കാരണം എലിയെ കണ്ടാൽ പോലും വളരെ ശാന്തമായി നടക്കുന്നൊരു പൂച്ച, അതുകൊണ്ടാണ് ആ പേരിട്ടത്. ഓ, അതാണോ? എന്നാൽ പിന്നെ ശരി, ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറയുന്നു. ആ സമയത്ത് പെട്ടെന്ന് അവിടെ വാതിൽ തുറന്നിട്ടത് ആരാണെന്നുള്ളത് രാഹുലിനോട് ചോദിക്കാനും മറന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഹരിത വരുന്നത്. എന്നെ ഇവിടെ നീ ഒട്ടും പ്രതീക്ഷിച്ചില്ലടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്രമിക്കാട്ടോ. അഞ്ജുവിനെ നന്നായിട്ട് തന്നെ കഴുത്തിൽ ഷോളിട്ട് മുറുക്കി പിടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഷാർമിള ആൻറ്റി വിളിക്കുന്നത്. അതിനുശേഷം തന്നെ രാഹുൽ എന്തായി? ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഹരിത പറഞ്ഞു എന്നോട് അങ്ങോട്ട് വരാൻ, ഇന്ന് എല്ലാ പേപ്പേഴ്സിലും അത് ഒപ്പിട്ട് എനിക്ക് തിരിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഹരിത ഇവിടെ ഇല്ലല്ലോ, അവൾ രാവിലെ തന്നെ പുറപ്പെട്ടല്ലോ. മോനെ, ഇതിലെന്തൊരു ചതിയുണ്ട്, ഇത് ഞാൻ സൂക്ഷിക്കണം. അതെ ആൻറ്റി, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു ചതി ഉണ്ടായില്ലെന്നാ. ഞാൻ പെട്ടെന്ന് വരാം, ഞാൻ പോയിട്ട് വിളിക്കാം ആൻറ്റി പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ രാഹുൽ പെട്ടെന്ന് തന്നെ മൃദുലിൻ്റെ വീട്ടിലെത്താനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഹരിതയാണെങ്കിലോ അഞ്ജുനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അഞ്ജുൻ്റെ ബോധമൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴത്തേനും എന്തായാലും നീ ഒരിക്കലും വിചാരിക്കേണ്ട രാഹുലിന് നിനക്ക് കിട്ടുന്നുള്ളത്, അതിന് ഞാൻ വിട്ടു തരില്ല. നീ കണ്ടോ, അവൻ എനിക്ക് വേണം, മരണത്തിൽ പോലും നിനക്ക് അവന് കിട്ടില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞ് അവളങ്ങ് കൊല്ലാൻ ശ്രമിക്കുന്നു കേട്ടോ. ഇത്രയും കാണിച്ചാണ് ഇനി രാഹുൽ വരട്ടെ, അഞ്ജുൻ എന്തായാലും രക്ഷിക്കും. എന്തായാലും ഹരിതയ്ക്ക് കിട്ടേണ്ടത് കിട്ടട്ടെ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം.